സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. 16, 18, 19 കോളേജ് ലൈഫ്. കോളേജിൽ പോകുന്നതായ സമയത്ത് നിങ്ങളെപ്പോലെയുള്ളതായ 30-40 ആളുകൾ ക്ലാസ്മേറ്റ്സ് ആയിട്ട് അവിടെ കാണും, നിങ്ങളുടെ കൂട്ടുകാരായിരിക്കുന്നവർ. അതുപോലെ കോളേജിൽ മൊത്തം കുട്ടികൾ 100 കണക്കിന് ആളുകൾ കാണും. അവരെ എല്ലാവരെയും കാണുന്ന സമയത്ത് സാധാരണ യൗവനക്കാർക്ക് മുമ്പെങ്ങും ഇല്ലാത്തതായ ആഗ്രഹങ്ങൾ ഉണ്ടാകും. എങ്ങനെയുള്ള ആഗ്രഹമാണ്? മമ്മി, എൻ്റെ കൂട്ടുകാരൻ നൈക്കി ഷൂ ഇട്ടുകൊണ്ടാണ് വരുന്നത്, എനിക്കും അങ്ങനെയുള്ള ഒരു ഷൂ വാങ്ങിച്ചു തരാമോ? ആ, വാച്ച് കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു കൂട്ടുകാരൻ, സ്മാർട്ട് വാച്ച്, എനിക്കും അതുപോലെ ഒരെണ്ണം വേണം. അതുപോലെ ബ്രാൻഡഡ് ഷർട്ട് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു. ഏത് ഷർട്ടാണ്? കില്ലറാ. കില്ലർ പാൻറ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു, കീറിപ്പോയ പാൻറ്, എനിക്കും അങ്ങനെ ഒരെണ്ണം വേണം. സോ എന്തുകൊണ്ടാണ് യൗവനക്കാർക്ക് ഇങ്ങനെയുള്ളതായ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്? അവൻ എന്തെങ്കിലും ഇട്ടുകൊണ്ട് വരട്ടെ, നിങ്ങൾക്കെന്താണ്? പറയൂ. അവൻ ഇട്ടുകൊണ്ട് വന്നത് കൊണ്ട് എനിക്കും അങ്ങനെയുള്ളത് വേണം. എനിക്ക് മാത്രമാണ് ഇല്ലാത്തത്. എല്ലാവർക്കും നല്ല നല്ല ഡ്രസ്സുകളുണ്ട്. ഞാൻ എപ്പോൾ നോക്കിയാലും ഈ പഴയ ഡ്രസ്സുകൾ മാത്രമാണ് തയ്യൽ കഴുകി തുന്നിച്ചത്. ഞാൻ ഇനി കോളേജിൽ പോകത്തില്ല. സഹോദരിമാരുടെ കാര്യം പറയട്ടെ? വേണ്ട. പഴയ കാലത്താണെങ്കിൽ പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഹാഫ് സാരിയൊക്കെ ചുറ്റി നടന്നുകൊണ്ടിരുന്ന ആളുകളായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ പേരെന്താണ്? ചുരിദാറോ? ചുരിദാർ വേണം. ഞാൻ പാവാടയും ബ്ലൗസും ഇട്ടുകൊണ്ട് പോവില്ല. നല്ലതാണ്, ഒരു കുഴപ്പവുമില്ല, നടക്കാനൊക്കെ അത് നല്ലതാണ്. ശരീരം മുഴുവൻ മറയ്ക്കുന്നതായ ഏതു വസ്ത്രം ധരിച്ചാലും ഒരു കുഴപ്പവുമില്ല. ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കരുത്, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത്. ഒരുപാട് കളർഫുൾ ഡ്രസ്സ് ധരിച്ചാലും എല്ലാവരും നിങ്ങളെ തന്നെ മാത്രമേ പിന്നെ നോക്കുകയുള്ളൂ. അതല്ലാതെ നിങ്ങൾ ചുരിദാർ ഇട്ടാലും പാവാടയും ബ്ലൗസും ധരിച്ചാലും പാൻറ്റും ഷർട്ടും ഇട്ടാലും നിങ്ങൾ കറുത്തതിട്ടാലും വെളുത്തിട്ടാലും മഞ്ഞിട്ടാലും ഒന്നും തന്നെ ദൈവം എവിടെയും വിലക്കിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഒരു മാതൃകയിലുള്ളതായിരിക്കണം. മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് യോജിച്ചതായിരിക്കുന്നതായ, അതുപോലെ നിങ്ങൾക്കൊരു ബഹുമാനം ലഭിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശരീരത്തിന് യോജിക്കുന്നതായ വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കുക. കാരണം നിങ്ങളെ ദൈവം സൃഷ്ടിച്ചത് അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള, നിങ്ങൾക്ക് കംഫർട്ട് എന്ന് തോന്നുന്ന രീതിയിലുള്ളതായ വസ്ത്രങ്ങൾ ധരിക്കുക. അല്ലാതെ നിങ്ങളുടെ കൂടെയുള്ള സഹപാഠികൾ അവർ ഒരു മോഡൽ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന ബെൽറ്റ് ധരിച്ചുകൊണ്ട് വന്നിരിക്കുന്നു, ഇന്ന ബൂട്ട് ധരിച്ചുകൊണ്ട് വന്നിരിക്കുന്നു, അതല്ലെങ്കിൽ ഇന്ന ഷർട്ട് ധരിച്ചുകൊണ്ട് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന കമ്മൽ ധരിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. എന്താണ് നിങ്ങൾ പറയുന്നത്? ഇയർ റിംഗ്സ് ധരിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അത് കോപ്പി അടിക്കരുത്. വീട്ടിൽ ചെന്നിട്ട് അതിനുവേണ്ടി ബഹളമാണ് പിന്നീട്. അവർക്കുണ്ട്, ഞങ്ങൾക്കതില്ല, അവർക്ക് എന്തുകൊണ്ട് വാങ്ങിച്ചു കൊടുത്തു, ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നില്ല എന്ന് പറഞ്ഞ് മാതാപിതാക്കളുടെ വഴക്ക്. അതുപോലെ ഒരു തരത്തിലുള്ള അപകർഷത ബോധം. അങ്ങനെ യൗവനപ്രായത്തിൽ വിദ്വേഷം വർദ്ധിച്ചിട്ട് പഠനത്തിൽ ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന സ്വഭാവം. കോളേജിൽ പോകുന്ന എന്തിനു വേണ്ടിയാണ്? പറയൂ. അവരുടെ ഡ്രസ്സും ഇവരുടെ ഡ്രസ്സും കോപ്പി അടിക്കാൻ വേണ്ടിയാണോ? അതോ കഷ്ടപ്പെട്ട് പഠിക്കുവാൻ വേണ്ടിയാണോ? കോളേജിൽ പ്രധാനപ്പെട്ടത് വസ്ത്രമാണോ അതോ പഠനമാണോ? എന്നാൽ ഈ യൗവനപ്രായത്തിൽ ഇമിറ്റേറ്റ് ചെയ്യുക, മറ്റുള്ളവരെ അനുകരിക്കുവാൻ വേണ്ടി കുട്ടികൾ ഒരുപാട് പരിശ്രമിക്കുന്നു. ഈ കാലത്ത് കൂടെ പഠിക്കുന്നവരെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ വാൾ പോസ്റ്റേഴ്സ് ആണ് നോക്കുന്നത്. എന്താണ് ഈ കാലത്ത്? സിനിമ ആക്ടേഴ്സിനെയാണ് ആൾക്കാർ നോക്കുന്നത്. അവരെന്തെങ്കിലും അബദ്ധവശാൽ ഒരു സിനിമയിൽ ഒരു ഷർട്ടിന് ഒരു കയ്യേ ഉള്ളെന്ന് വിചാരിക്കൂ, അത് മതി, ഇവൻ അടുത്ത ദിവസം അതുപോലെ തയ്ക്കും, ഫാഷനാണെന്നൊക്കെ പറഞ്ഞു. ഷർട്ടിന്റെ പുറകിൽ അല്പം കീറിയിരിക്കുകയാണെന്ന് വിചാരിക്കുക. പഴയ കാലത്ത് അത് തയ്ച്ചു വെക്കുമായിരുന്നു. ഇപ്പോൾ അത് എത്ര കീറലുണ്ടേ അത്രയും നല്ലതാണെന്നാണ്. എപ്പോഴും നാം ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് വേണ്ടി നാം ഒരിക്കലും കരയേണ്ട കാര്യമില്ല. മറ്റുള്ളവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ കണ്ടിട്ട് അതുപോലെ നമുക്ക് വേണമെന്നുള്ള ആഗ്രഹം വയ്ക്കാൻ പാടില്ല. യൗവനപ്രായത്തിൽ അങ്ങനെ ആഗ്രഹങ്ങൾ വരും. യൗവന മോഹങ്ങളെ വിട്ട് ഓടിപ്പോകാൻ പറയുന്നു. യൗവന മോഹങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ പോലെ ജീവിക്കണം, ആഡംബരത്തോടുകൂടി ജീവിക്കണം, ആകർഷണീയമായിട്ട് ആയിരിക്കണം. എന്താണ്? എല്ലാവരെക്കാൾ ഞാൻ വലിയവനായിരിക്കണം, എല്ലാവരും എന്നെ തന്നെ ശ്രദ്ധിക്കണം, എല്ലാവരും എന്നെ തന്നെ നോക്കണം, ഞാൻ നന്നായിരിക്കണം എന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടാകാനിടയാകും. നിങ്ങൾ എന്നെ ദൈവം എങ്ങനെയാണോ സൃഷ്ടിച്ചത് ഞാൻ അങ്ങനെ ആയിരിക്കുന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ മാറിപ്പോകാനിടയാകും. നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് മാറില്ല, നിങ്ങളുടെ ഹെയർ സ്റ്റൈല് മാറില്ല. എന്താണ്? ഹെയർ സ്റ്റൈല് മാറില്ല. എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എൻ്റെ ചെറുപ്പം മുതൽ തന്നെ ഇതേ ഹെയർ സ്റ്റൈലാണ് എനിക്ക്. വിഗ് വെച്ചേക്കുവാണോ എന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു. ചില ആളുകളാണെങ്കിൽ സ്പൈക്ക് എന്ന് പറയും, തലമുടി ഇങ്ങനെ സ്പൈക്കായിട്ട് വെക്കും, അല്ലെങ്കിൽ സൈഡിൽ നിന്ന് എടുക്കും, അപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കും, അല്ലെങ്കിൽ തലമൊട്ടയടിക്കും. എത്രയോ തരത്തിലാണ് മാറ്റുന്നത്. അതുപോലെ യൗവനക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ പുരുഷന്മാർക്ക് അവർക്ക് ഈ സമയത്ത് മീശ മുളയ്ക്കുന്ന സമയമാണ്. അതെങ്ങനെയൊക്കെ പിരിച്ചു വെക്കുന്ന അറിയാമോ? അങ്ങോട്ട് പിരിച്ചു വെക്കും, ഇങ്ങോട്ട് പിരിച്ചു വെക്കും, ഇവിടെ കുറച്ച് താടി വെക്കും, ഈ സൈഡിൽ കുറച്ച് വെക്കും. ദൈവം നമുക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള താടിയാണ് തന്നത്.
കുറച്ചു പേർക്ക് ഇവിടെ കാണില്ല, കുറച്ചു പേർക്ക് അവിടെ കാണത്തില്ല. അങ്ങനെ ദൈവം തന്നെ അങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്. എത്ര കാലം ഇങ്ങനെയൊക്കെ ചെയ്യും? കല്യാണം കഴിയുന്നവരെയല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നവരെ ഉള്ളതല്ലേ ഉള്ളൂ. ചെയ്തോ, അതിലൊരു കുഴപ്പമില്ല. നിങ്ങളുടെ മീശയാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നാൽ മറ്റുള്ളവരെ കണ്ടുകൊണ്ട് നീ ചെയ്യരുത്. അവരെ നോക്കിയിട്ട് നീ അങ്ങനെ മീശ മാറ്റരുത്. യൗവനപ്രായത്തിൽ ഇമിറ്റേഷൻ ചെയ്യുന്നത് ഒഴിവാക്കുക, ഉള്ളതുപോലെ ആയിരിക്കുവാൻ ശ്രമിക്കുക. ഞാൻ യൗവനകാലത്ത് തന്നെ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയവനാണ്. സുവിശേഷ വേല യൗവനക്കാരുടെ ഇടയിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് യൗവനക്കാരോട് ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, അനേകം യൗവനക്കാര് ആ പ്രായത്തിലെത്തുമ്പോൾ അവർക്ക് അനുസരണക്കേട് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലോ പോകുന്ന സമയത്ത് മറ്റുള്ള കുട്ടികളെ നോക്കിയിട്ട് അവരുടെ ദുശീലങ്ങൾ ശീലിക്കുന്നത്. ഈ ഡ്രസ്സുകൾ മാത്രമല്ല, കോളേജിൽ പോകുന്ന സമയത്ത് കൂട്ടുകാരുടെ കൂടെ അവരുടെ ദുശീലങ്ങൾ കണ്ടുപിടിച്ചിട്ട് സിനിമയ്ക്ക് പോവുക, ആഫ്റ്റർനൂൺ മാറ്റിനിക്ക് പോവുക, ക്ലാസ് കട്ട് ചെയ്തിട്ട് പോവുക. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ നീ വലിയ ഭക്തനാണെന്നോ, അയ്യോ വലിയ ഭക്തനാണ്, നീ സഭയിൽ ചർച്ചിൽ പോക്കോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. നീ വാ, ഭക്തനാണെന്ന് പറഞ്ഞിരിക്കാതെ വാ. ഈ ദുശീലങ്ങളൊക്കെ എങ്ങനെയാണ് യൗവനക്കാർ പഠിച്ചെടുക്കുന്നത്? സിനിമ കാണുന്നത്, കഞ്ചാവ് വലിക്കാൻ വാടാ, നമുക്ക് പാർക്കിൽ പോകാം, വരൂ. ഏതോ ഒരു പുതിയ പൗഡർ വന്നിട്ടുണ്ട്, ഇപ്പോൾ തന്നെ ഇമ്പോർട്ട് ചെയ്തതാണത്, വരൂ. അത് കയ്യിൽ സ്വല്പം എടുത്തിട്ട് തിരുമിയിട്ട് അത് ഉപയോഗിച്ചാൽ മതി, നല്ല സുഖമാണെന്നാണ് പറയുന്നത്. ഇതെല്ലാം എവിടെ നിന്നാണ് ശീലിക്കുന്നത്? ഒരു പയ്യന് ഡ്രഗ് അഡിക്റ്റ് ആയതുകൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരാൾ എൻ്റെ അടുക്കൽ വന്നു. എന്തുകൊണ്ടാണ് മോനെ ഇത് ഉപയോഗിക്കുന്നത്? ഇതുകൊണ്ട് നിനക്ക് എന്താണ് പ്രയോജനമെന്ന് ചോദിച്ചു. ഇത് ഉപയോഗിച്ചാൽ കിക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്താണെന്നാണ്? കിക്ക് ഉണ്ടാകുമെന്ന്. കിക്ക് വന്നിട്ട് മുകളിലേക്ക് പറന്നു പോകുമെന്നാണ്. പിന്നെ പൊത്തമൊന്നും താഴെ വീഴുവാനിടയാകും. അപ്പോഴെന്ത് സംഭവിക്കും? എന്താണ്? ഈ കാലത്ത് എത്രയോ യൗവനക്കാർ ഡ്രഗ് അഡിക്റ്റുകളായിട്ട് മാറിപ്പോകുന്നുണ്ട്, ദുശീലങ്ങൾക്ക് അടിമയായിട്ട് പോകുന്നു. യൗവനപ്രായത്തിൽ ഈ ടീനേജ് സമയത്ത് ഈ പ്രോസസ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്നാമത് മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക, അതിനുശേഷം ആവശ്യമില്ലാത്ത സ്നേഹബന്ധങ്ങളിൽ ഏർപ്പെടുക, അത് കഴിഞ്ഞ് ദുശീലങ്ങൾക്ക് അടിമകളായി പോകുന്നത്. ഇവയെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ഭാവി നശിച്ചു പോകും. ഇതിനെ ഗ്രഹിച്ചിട്ട് എന്തുകൊണ്ടാണ് ദൈവം നിങ്ങളെ മാതാവിന്റെ ഉദരത്തിൽ വരുന്നതിന് മുൻപേ കണ്ടത്? ലോക സൃഷ്ടിക്കു മുമ്പേ തന്നെ എന്നെ അറിഞ്ഞതായ കർത്താവിന് എന്റെ ജീവിതത്തിലുള്ളതായ പദ്ധതി എന്താണ് എന്നെല്ലാം മനസ്സിലാക്കി നീയായിട്ട് ജീവിക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ കൃപയിൽ നീ വളരുകയാണെങ്കിൽ ഭാഗ്യവാനായി മാറും. ഓരോ വ്യക്തികൾ ഓരോരോ രാജ്യത്തിന്, ഒരു വ്യക്തി ഒരു രാജ്യത്തിന്റെ അനുഗ്രഹമായി മാറണമെന്നുണ്ടെങ്കിൽ, ജോർജ് മുള്ളറാകട്ടെ, ജോൺ വെസ്ലി ആകട്ടെ, ഡേവിഡ് ബ്രെയ്നാർഡ് ആകട്ടെ, അവർ യൗവനപ്രായത്തിൽ 18-19 വയസ്സ് രക്ഷിക്കപ്പെട്ട ആളുകളാണ്. ആ തക്കതായ സമയത്ത് അവർ വഴിതെറ്റിപ്പോകാതെ പിടിച്ചിട്ട് അവരിൽ കൂടി കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ദൈവം തന്റെ സുവിശേഷത്തെ എത്തിക്കാനിടയായി. അവരുടെ ശുശ്രൂഷ രീതിയും വളരെ വ്യത്യാസമായിരുന്നു. പ്രസംഗം മാത്രം ആയിരുന്നില്ല, മിഷണറി വേലയുമായിട്ട് അനേകം ഗ്രാമപ്രദേശങ്ങളിൽ ചെന്ന് ആരും പോകാത്തതായ സ്ഥലങ്ങളിലേക്ക് അവർ കടന്നു ചെന്ന് സുവിശേഷം അറിയിക്കുവാന്, അനേകരെ നേടുവാനുള്ള കൃപ ദൈവം കൊടുത്തു. ദൈവത്തിന് നിന്റെ മേലും അങ്ങനെയുള്ളതായ പദ്ധതികളുണ്ട്. ഈ കോളേജ് ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഏകദേശം കോളേജിൽ വരുന്ന സമയത്ത് എത്ര ആയിരിക്കും വയസ്സ്? പറയൂ. 19. അതായത് നിങ്ങൾ ടീനേജ് പ്രായം ക്രോസ് ചെയ്തിരിക്കുന്നു. എൻ്ററിങ് ഇൻടു 20, അതായത് പുരുഷത്വത്തിലേക്ക് കടക്കുന്നു, സ്ത്രീത്വത്തിലേക്ക് കടക്കുന്നു. മനസ്സിലായല്ലോ? ടീനേജ് എന്ന് പറയുകയാണെങ്കിൽ ബാല്യവും കൗമാരവും ചേർക്കുന്ന ഒരു സമയമാണ്, രണ്ടിൻ്റെയും മധ്യത്തിലുള്ള സമയം. എന്നാൽ നിങ്ങൾ എപ്പോഴാണോ 19 വയസ്സ് കഴിയുന്നത്, അപ്പോൾ നിങ്ങൾ യൗവനത്തിലേക്ക് ചുവടുവെക്കുകയാണ്. പൂർണ്ണമായി യൗവനത്തിലേക്ക് നിങ്ങൾ ചുവടുവെക്കുകയാണ്. യൗവനദശയിലേക്ക് നിങ്ങൾ കടക്കുന്നു. യൗവനദശയിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ ഒരു യൗവനക്കാരനിൽ നിന്ന് വരുന്നതായ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, മോഹങ്ങൾ, കാമ വികാരങ്ങൾ. അത് സ്വാഭാവികമാണ്. ആൺകുട്ടിക്ക് പെൺകുട്ടിയോടും പെൺകുട്ടിക്ക് ആൺകുട്ടിയോടും ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്നു. അത് സ്വാഭാവികമായിട്ട് തന്നെ നിന്നിൽ ദൈവം വച്ചിരിക്കുന്ന സ്വഭാവമാണ്. അത് തെറ്റൊന്നുമല്ല. എന്നാൽ ആ യൗവനകാലത്ത് ആ യൗവനത്തിന്റെ മോഹങ്ങളെ നീ അടക്കുന്നില്ല എങ്കിൽ, ആ സമയത്ത് നീ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ, യൗവന മോഹങ്ങളെ ജയിക്കുന്നില്ല എങ്കിൽ, ആ യൗവന മോഹങ്ങൾക്ക് കീഴ്പ്പെടുകയാണെങ്കിൽ നിന്റെ ജീവിതം താറുമാറായി പോകുവാനിടയാകും. നിന്റെ ജീവിതം നീ പാപപ്രവൃത്തിയിൽ ഏർപ്പെട്ട് ഛിന്ന ഭിന്നമായി പോകാനിടയാകും. പിന്നെ അതിനെ പണിയുവാൻ കഴിയുകയില്ല. പിന്നെ ഒരു പ്രയോജനവുമില്ല. യൗവനപ്രായത്തിൽ ഒരു വ്യക്തി തന്റെ വിശുദ്ധിയെ നശിപ്പിക്കുന്ന സമയത്ത്, ഒരു സ്ത്രീ തന്റെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തുന്നതായ സമയത്ത്, ദൈവത്തിന്റെ ഇഷ്ടം അറിയാതെ ഹിതത്തിന് വിരോധമായി പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് നഷ്ടമുണ്ടാകാനിടയാകും. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ആയിരിക്കണം.
യൗവനകാലത്ത് യൗവന ഇച്ഛകളെ, മോഹങ്ങളെ ജയിക്കണം. ആ ലൈംഗിക ചിന്തകളെ ജയിക്കേണ്ടതാണ്. അത് യൗവനകാലത്ത് കോമണായി ഉള്ളതാണെന്ന് പറയരുത്. അനേകം ആളുകൾ പറയാറുണ്ടാവില്ലേ, യൗവനക്കാരല്ലേ, ഈ പ്രായത്തിൽ പിള്ളേർ അങ്ങനെയൊക്കെ ചെയ്യും എന്ന് നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല. എന്താണ്, ഈ പ്രായത്തിലുള്ള കുട്ടികളല്ലേ, അവർ അങ്ങനെ ചില കുസൃതികളൊക്കെ കാണിച്ചിരിക്കും, ചില പടങ്ങളൊക്കെ കണ്ടിരിക്കും. അതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അതല്ല പറയുന്നത്. അവൻ പറയുന്നു, നിങ്ങൾ അവയെ ജയിക്കേണ്ടതാണ്. യു ഹാവ് ടു ഓവർകം. അതിനെ ജയിക്കേണ്ടതാണ്. ജയിക്കുവാൻ വേണ്ടി ദൈവം ശക്തി നൽകിയിരിക്കുന്നു. പരീക്ഷയെ ജയിക്കുന്നവൻ ഭാഗ്യവാൻ. പരീക്ഷയെ ജയിക്കുവാൻ ആവശ്യമായിരിക്കുന്നതായ മാർഗത്തെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. എത്രയോ യൗവനക്കാർ അവരുടെ ഹൃദയത്തിലുള്ളതായ മോഹങ്ങളെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വചനം അംഗീകരിച്ച് അതിനെ അടക്കേണ്ടതിന് പകരമായിട്ട് ലോകത്തിലുള്ള പാപത്തെ കണ്ടിട്ട്, ലോകത്തിലുള്ളതായ ഇന്റർനെറ്റ്, പോർണോഗ്രഫി, അങ്ങനെയുള്ള പാപങ്ങളൊക്കെ കണ്ടിട്ട് അനേകം യൗവനക്കാർ തങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്നവരുണ്ട്. വിവാഹത്തിന് മുൻപ് ജാരത്വത്തിൽ നിന്ന് അകന്ന് ജീവിക്കുക എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ജാരത്വം എന്നത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു പാപമാണ്. ജാരത്വം എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് മുമ്പ് പരപുരുഷനോടോ പരസ്ത്രീയോടോ കാണിക്കുന്നതായ അവിഹിതമായ ലൈംഗിക ബന്ധം ആകുന്നു. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം വിവാഹ ബന്ധത്തിൽ അല്ലാതെ, അതായത് ഭാര്യാഭർത്തൃ മധ്യ അല്ലാതെ പരപുരുഷനോടോ പരസ്ത്രീയോടായിട്ടുള്ള അവിഹിത ബന്ധത്തെയാണ് വ്യഭിചാരമെന്ന്. ദൈവം ജാരന്മാരെയും വ്യഭിചാരികളെയും ന്യായം വിധിക്കാതെ വിടുകയില്ല. ജാരത്വം ചെയ്യുന്നവൻ കേവലം ബുദ്ധിഹീനനാണ്. മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പാപങ്ങളും ശരീരത്തിന് വെളിയിലാകുന്നു. എന്നാൽ വ്യഭിചാരം ചെയ്യുന്നവൻ തന്റെ സ്വന്തം ശരീരത്തിന് എതിരായിട്ടാണ് പാപം ചെയ്യുന്നത്. യൗവന മോഹങ്ങളെ വിട്ടിട്ട് ഓടിപ്പോവുക എന്ന് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നുണ്ട്. 2 തിമോത്തിയോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 22-ാം വാക്യം. യൗവന മോഹങ്ങളെ വിട്ട് ഓടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കുക. യൗവന മോഹങ്ങളെ വിട്ടോടുക, അത് വിട്ടുമാറുക. യൗവനക്കാരാ, യൗവന മോഹങ്ങൾ സർവ്വസാധാരണമാണെന്ന് പറയരുത്. ഒരു യൗവനക്കാരൻ ഇപ്രകാരം വന്ന് പറയാനിടയായി. ബൈബിളിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടറി വീഴും. അതുകൊണ്ട് എന്താണ്? തീർച്ചയായും യൗവനക്കാർ ഇടറി വീണിട്ട് എഴുന്നേൽക്കേണ്ടവരാണ്. യൗവനക്കാർ തീർച്ചയായും പാപത്തിൽ വീഴാൻ ഇടയാകും. തീർച്ചയായും യൗവനക്കാർ പാപം ചെയ്യുവാൻ ഇടയാകും. ഇതിൽ തെറ്റെന്താണ് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. എന്താണ്? അടുത്ത വാക്യം വായിക്കുക. യൗവനക്കാർ വീണുപോകും എന്നാണ് ഉള്ളത്. വീണുപോകുമെന്നുണ്ടോ? വീഴാൻ പോകുന്നതും വീഴുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് വീഴാൻ പോവുക എന്ന് പറഞ്ഞാൽ? എന്താണ്? വീഴാൻ പോയതാണോ വീണതാണോ? പറയൂ. വീഴാൻ പോയതാണ്. വീണോ? വീഴാതെ നിന്നു. യൗവനക്കാർ വീഴേണ്ട അവസ്ഥ വരികയാണെങ്കിൽ വീഴാൻ പാടില്ല, വീഴരുത്. യേശു കർത്താവ് വെള്ളത്തിൽ കൂടെ നടന്നു വരുമ്പോൾ ഭൂതമാണെന്ന് പറഞ്ഞ ശിഷ്യന്മാർ ഭയപ്പെട്ടു. ഞാൻ തന്നെയാകുന്നു, ഭയപ്പെടേണ്ട എന്ന് കർത്താവ് പറഞ്ഞു. നീയാകുന്നുവെങ്കിൽ ഞാനും വെള്ളത്തിൽ നടക്കാൻ കൽപ്പിക്കാൻ പത്രോസ് പറഞ്ഞു. നടന്നു വരിക എന്ന് യേശു പറഞ്ഞു. അങ്ങനെ നടക്കുവാനിടയായി. നടന്നു വന്നപ്പോൾ പെട്ടെന്ന് കാറ്റ് നോക്കി. എന്താണ്? മുങ്ങുവാൻ തുടങ്ങുകയായി, വീഴുവാനിടയായി. മുങ്ങിപ്പോയോ? മുങ്ങുവാൻ തുടങ്ങിയെന്നാണോ? മുങ്ങിപ്പോയോ? മുങ്ങാൻ പോയപ്പോൾ എന്താണ് ചെയ്തത്? കർത്താവേ, എന്നെ രക്ഷിക്കണേ എന്ന് നിലവിളിക്കുകയുണ്ടായി. കർത്താവ് കൈ നീട്ടിയിട്ടവനെ യൗവനക്കാർ വീഴുവാൻ പോകുമ്പോൾ കർത്താവേ എന്ന് നിലവിളിച്ചാൽ വീഴാതെ അവൻ സൂക്ഷിക്കുന്നവനാണ്. വീണുപോകുമെന്ന് പറയരുത്. തീർച്ചയായും പാപത്തിൽ വീഴുമെന്ന് പറയരുത്. നിന്നെ രക്ഷിക്കുവാൻ മതിയായവനായ കർത്താവ് ജീവിക്കുന്നുണ്ട്. നീ നിലവിളിച്ചാൽ ആ ശോധനയുടെ സമയത്ത്, നീ ഒറ്റയ്ക്ക് ആയിരിക്കുന്ന സമയത്ത്, അതാണ് പറയുന്നത്. യൗവനക്കാർ ഒരിക്കലും ഒറ്റയ്ക്ക് പോകുവാൻ പാടില്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് വെളിയിൽ പോയാൽ നിങ്ങളുടെ മാതാപിതാക്കളോട് പറയാതെ നിങ്ങൾ പോകാൻ പാടില്ല. നിങ്ങളുടെ കോളേജ് കഴിഞ്ഞിട്ട്, നിങ്ങളുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയല്ലാതെ മറ്റു സ്ഥലങ്ങളിൽ പോകുവാൻ ഇടയാകരുത്. വിജനമായ സ്ഥലങ്ങളിലേക്ക് പോകരുത്. പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ച് ഒരിക്കലും പോകരുത്. ഇപ്പോഴുള്ള ആൺകുട്ടികളെല്ലാം വളരെ സ്പീഡുള്ളവരാണ്. ഞാൻ തീർച്ചയായും നിന്നെ കല്യാണം കഴിക്കും, മറ്റാരെയും കഴിക്കില്ല, നിന്നെ മാത്രമേ കല്യാണം കഴിക്കൂ.
എൻ്റെ അപ്പനും അമ്മയെ സമ്മതിച്ചില്ലെങ്കിലും നിനക്ക് വേണ്ടി എൻ്റെ ജീവനെ പോലും ഞാൻ പണയം വയ്ക്കും. 120 മൈൽ സ്പീഡിലാണ് ഇവരെ പോകുന്നത്. ആക്സിലേറ്റർ വീണ്ടും കൂട്ടി നമുക്ക് ഉടനെ വിവാഹം കഴിക്കണമെന്ന് പറയും. മോളെ, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളും ആക്സിലേറ്ററിൽ കാല് വെച്ചിട്ട് കൂട്ടിക്കൊടുക്കും. അങ്ങനെ രണ്ടുപേരും പോയി എവിടെയെങ്കിലും ഇടിച്ചു വീഴും. അവസാനം ആകപ്പാടെ പ്രശ്നമാകും. നോക്കൂ, ആരെങ്കിലും നിങ്ങളോട് അങ്ങനെ നിർബന്ധിക്കുകയാണെങ്കിൽ അവിടെ ബ്രേക്ക് ചെയ്യുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നോട് സംസാരിക്കരുത്. ഞാൻ ദൈവഹിതം ചെയ്യുന്ന വ്യക്തിയാണ്. എൻ്റെ മാതാപിതാക്കളെ ഞാൻ അനുസരിക്കും. ആരെങ്കിലും വന്ന് പറയുകയാണെങ്കിൽ പറയണം, എൻ്റെ അപ്പൻ്റെ അടുത്ത് വന്ന് പറയുക. പിന്നെ അവൻ നിങ്ങളുടെ പുറകെ വരില്ല. യഥാർത്ഥ വ്യക്തിയാണെങ്കിൽ തീർച്ചയായും വരും. സത്യസന്ധനാണെങ്കിൽ അവൻ വീട്ടിൽ വരും. ദൈവഹിതമാണെങ്കിൽ അതങ്ങനെ നടക്കുവാനിടയാകും. അതല്ലാതെ നിങ്ങൾ തമ്മിൽ എന്തിനാണ് ആലോചിച്ച് സംസാരിക്കുന്നത്? മാതാപിതാക്കൾക്ക് ആ അവസരം കൊടുക്കുക. എന്താണ്? പരസ്യമായിട്ട് പൊതുവിൽ സംസാരിക്കുക ആ കാര്യങ്ങൾ. സീക്രട്ടായിട്ട് എന്തുകൊണ്ടാണ് പ്രേമം? സീക്രട്ട് പ്രേമമെല്ലാം അവസാന നാശത്തിലേ തീരുകയുള്ളൂ. പ്രേമം ഒരിക്കലും സീക്രട്ടായിരിക്കുകയില്ല, രഹസ്യമായിരിക്കുകയില്ല. എത്രയോ യൗവനക്കാർ ഇങ്ങനെ കബളിപ്പിക്കുന്ന വാക്കുകൾ കേട്ടിട്ട് പെൺകുട്ടികളും വഞ്ചിതരായി പോകുന്നു. ചിലരാണെങ്കിൽ ഇക്കാലത്ത് റിവേഴ്സാണ്. എന്താണ്? എന്നോടൊന്നും പറയണ്ട കേട്ടോ, ഞാൻ കേൾക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇവൻ ആക്സിലേറ്റർ കൊടുക്കുകയാണെങ്കിൽ ഇവർ ബ്രേക്ക് കൊടുക്കാനിടയാകും. എന്താണ്? ചില പെൺകുട്ടികളാണ് സ്പീഡുള്ളവർ. എന്നാൽ നിങ്ങളതിന് ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ യൗവനക്കാലം അപകടകരമായി തീരും. ആക്സിഡൻ്റായി പോകും. ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാകാനിടയാകും, പ്രശ്നമുണ്ടാകാനിടയാകും, ഒരുപാട് വേദനാജനകമായി തീരും. 2 യൗവനക്കാർ നശിക്കുകയാണെങ്കിൽ ആ 2 കുടുംബത്തിലെ മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക് എത്രമാത്രം വേദന ഉണ്ടാകാനിടയാകും. അതുകൊണ്ട് യൗവനക്കാരെ ജാഗ്രത. നിങ്ങളുടെ യൗവന മോഹങ്ങളെ വിട്ട് 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 വിടാതെ ഓടുകയാണെങ്കിൽ എന്താണ് പ്രയോജനം? ഒരാൾ പറഞ്ഞു, ഞാൻ എവിടെ പോയാലും എൻ്റെ ആലോചനകൾ മാറില്ല എന്ന്. പിന്നെ എങ്ങനെ മാറാതിരിക്കും? ദൈവം എന്താണ് പറയുന്നത്? നിന്റെ ചിന്തകളെ വിട്ടിട്ട് നീ ഓടിപ്പോകുക. നിങ്ങളിൽ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടവർ എത്ര പേരുണ്ട്? കൈ ഉയർത്താമോ? നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ടില്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കാൻ കഴിയില്ല. ഭൗതികമായി ചിന്തിക്കുന്ന മനുഷ്യനെ ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ ഇനി മാനസാന്തരപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സന്ദേശം കേൾക്കുവാൻ ദൈവം ഇടയാക്കിയത്. ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളിൽ നിങ്ങളും ഉള്ളതുകൊണ്ടാണ് ഈ സന്ദേശം കേൾക്കുവാൻ ദൈവം ഇടയാക്കുന്നത്. ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയിൽ നിങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ സന്ദേശത്തിലൂടെ ദൈവം നിങ്ങളെ ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന് താമസം വയ്ക്കരുത്. വേദപുസ്തകം പറയുന്നു, ഇതാണ് അനുകൂലമായ സമയം, ഇതാകുന്നു രക്ഷാ ദിവസം. നാളെ നമ്മുടേത് അല്ല. ഈ ദിവസം ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കുക. മാനസാന്തരപ്പെടുവാൻ 6 മാസത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾ യഥാർത്ഥമായി, പൂർണ്ണമായി, വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഏകരായി ഒരു സ്ഥലത്ത് ചെന്ന് നീ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നിന്റെ സ്ഥാനത്ത് നിനക്ക് വേണ്ടി കർത്താവ് മരിച്ചു എന്നത് നീ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ, നിന്റെ കുറവുകളും തെറ്റുകളും പാപങ്ങളുമെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണ മനസ്സോടെ ഏറ്റുപറഞ്ഞാൽ അടുത്ത നിമിഷത്തിൽ നീ മാനസാന്തരപ്പെടും. ദൈവ പൈതലായിട്ട് നീ മാറ്റപ്പെടുകയും ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് എഴുതപ്പെടുകയും ചെയ്യും. മാനസാന്തരപ്പെടുവാൻ വേണ്ടി 1 നിമിഷം മതി. എന്നാൽ ഒരു വ്യക്തി വിശുദ്ധീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ആവശ്യമാണ്. എന്താണ്? അതുകൊണ്ടാണ് ഒരാൾ ചോദിച്ചത്, മാനസാന്തരപ്പെട്ടുകൊണ്ട് പിന്നെ എന്തിനാണ് സഭയിൽ വരേണ്ടതെന്ന്. ഞാൻ മാനസാന്തരപ്പെട്ടുണ്ടല്ലോ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ ബൈബിൾ വായിക്കുകയും ചർച്ചിൽ വരേണ്ടതിന്റെ ആവശ്യം? എന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടല്ലോ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പോകും എന്നാണ് പറയുന്നത്. നീ മാനസാന്തരപ്പെട്ടു വന്നാൽ നീ ജനിച്ചിരിക്കുന്നു. ജനിച്ച കുഞ്ഞ് വളരണമോ വേണ്ടയോ? ഒരു ശിശുവിനെ അവന്റെ ഇഷ്ടത്തിന് വിടുകയാണെങ്കിൽ അവൻ തനിയെ വളരുമോ? അങ്ങനെ ഒരാൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ് ദൈവാലയത്തിൽ വന്ന് ദൈവത്തിന്റെ വചനത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനായി ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലേക്ക് അവൻ ദിനംതോറും വളർന്നു വരണം. അതുകൊണ്ടാണ് ഞാൻ പൂർണ്ണനായി എന്ന് വിചാരിക്കുന്നില്ല എന്ന് വിശുദ്ധനായ പൗലോസ് പറയുവാനിടയായത്. ഇനിയും ഞാൻ ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ ഭാഗവക്കായി വളരേണ്ടവൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാനസാന്തരപ്പെടുന്നത് ഒരു വശമാണ്. മാനസാന്തരപ്പെട്ട വ്യക്തി ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലേക്ക് വിശുദ്ധനായി മാറ്റിയെടുക്കപ്പെടുന്നതും ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറ്റപ്പെടുന്നതും മറുവശമാണ്. രക്ഷിക്കപ്പെടാത്ത ആളുകൾ ദയവ് ചെയ്ത് ഈ ദിവസം നിങ്ങളുടെ രക്ഷാ ദിവസമാക്കി മാറ്റുക. രക്ഷിക്കപ്പെട്ടതായ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതം അറിയുവാൻ വേണ്ടി ശ്രമിക്കുക. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം അറിയുവാൻ വേണ്ടി ശ്രമിക്കൂ. നിങ്ങളുടെ യൗവന മോഹങ്ങളെ, സ്വാഭാവികമായി ഉണ്ടാകുന്നതായ യൗവന ഇച്ഛകളെ, ഒരുപാട് ഭക്ഷണം കഴിക്കണം, നല്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കണം, കൂടുതൽ സമയം കിടന്ന് ഉറങ്ങണം, എന്താണ് സുന്ദരിയായിരിക്കണം, ആകർഷണീയമായിരിക്കണം, ആണുങ്ങൾക്ക് നല്ല മസിൽ ഉണ്ടായിരിക്കണം,
അങ്ങനെ ചില കാര്യങ്ങൾ ദൈവം നിന്നെ എങ്ങനെയാണോ സൃഷ്ടിച്ചത് അങ്ങനെ ആയിരിക്കുന്നതിന് വിരോധമായി നീ അതിൽ മാറ്റം കൊണ്ടുവരുവാൻ ശ്രമിച്ചാൽ നിന്റെ ജീവിതത്തിൽ തിന്മയുണ്ടാവുകയല്ലാതെ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നന്മയുണ്ടാവുകയില്ല. യൗവനമോഹങ്ങളെ വിട്ട് ഓടുക. വ്യഭിചാരം ചെയ്യരുത് എന്ന ദൈവത്തിന്റെ കൽപ്പനയുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു സ്ത്രീയെ മോഹത്തോടുകൂടി നോക്കുന്ന എല്ലാം അപ്പോൾ തന്നെ തങ്ങളുടെ ഹൃദയത്തിൽ അവളോട് വ്യഭിചാരം ചെയ്തിരിക്കുന്നു. എന്താണ്? വ്യഭിചാരത്തിന്റെ ചിന്തകൾ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഓർമ്മകൾ വരുന്നു. അയ്യോ, ഞാൻ രക്ഷിക്കപ്പെട്ടതാകുന്നു, ബാപ്റ്റിസം എടുത്തവനാകുന്നു, ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകുന്നു. ഈ ദുഷ്ചിന്തകളിൽ നിന്ന് എനിക്ക് വിടുതൽ ഉണ്ടാകണം എന്ന് പറഞ്ഞ് അനേകർ പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ അടുക്കൽ വരാറുണ്ട്. തന്മൂലം ഒരുപാട് ദുഃഖിക്കാറുണ്ട്, ഒരുപാട് കണ്ണുനീരൊഴുക്കാറുണ്ട്, ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്. അവർ ആ വ്യഭിചാരത്തിന്റെ ഓർമ്മകൾ വന്നതുകൊണ്ട് മാത്രം വിഷമിക്കണ്ട. നിന്നിൽ വന്നിരിക്കുന്നതായ ആ ചിന്തകൾ നിന്റെ തലച്ചോറിൽ അത് നിൽക്കാൻ പാടില്ല, നിന്റെ ഹൃദയത്തിൽ അത് ഉണ്ടായിരിക്കാൻ പാടില്ല. അതിനെ അവിടെ ഇരിക്കാൻ അനുവദിക്കരുത്, അതിനെ നിലനിർത്തുവാൻ പാടില്ല. അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിച്ചു കൊണ്ടിരുന്നാൽ എല്ലാ പാപവും ചിന്തകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ചിന്ത വരുമ്പോൾ തന്നെ അതിനെ ജയിക്കാൻ കഴിഞ്ഞാൽ നിനക്ക് പാപം ചെയ്യേണ്ടതായ കാര്യം വരികയില്ല. ആക്കാൻ ആ പൊന്നും വെള്ളിയുമൊക്കെ കണ്ടിട്ട് അതിൽ ആശ വെച്ച് അതിനെ കൊണ്ടുവന്നിട്ട് തൻ്റെ കൂടാരത്തിൽ വെച്ചു. നോക്കുക, അതിന്റെ പ്രോസസ്സുകൾ നിങ്ങൾ കണ്ടോ? ആദ്യം നോക്കി, പിന്നീട് എന്താണ് വന്നത്? ആശ. പിന്നീടെന്ത്? അത് പ്രവർത്തിക്കാനിടയായി, അത് എടുത്തു. പിന്നീട് എന്താണ് ചെയ്തത്? അതുകൊണ്ട് ഒളിച്ചു വെച്ചു. അവൻ ശിക്ഷിക്കപ്പെട്ടു. ലംഘനങ്ങൾ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. നിന്റെ യൗവനക്കാലത്ത് യൗവന മോഹങ്ങളെ വിട്ട് ഓടിപ്പോകുക, യൗവന ഇച്ഛകളെ വിട്ടിട്ട് ഓടിപ്പോവുക. എവിടേക്കാണ് ഓടിപ്പോകേണ്ടത്? എവിടേക്കാണ് ഓടിപ്പോകേണ്ടതെന്ന് ബൈബിൾ പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്ക. എവിടേക്കാണ് ഓടിപ്പോകേണ്ടത്? ശുദ്ധ ഹൃദയമുള്ളവരായി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ, അവരുടെ കൂട്ടായ്മയിലേക്ക് പോവുകയാണെങ്കിൽ, അവർ പ്രാർത്ഥിക്കുന്ന സഭയിലേക്ക് പോവുകയാണെങ്കിൽ, അവിടെ നിനക്ക് നീതിയും സ്നേഹവും വിശ്വാസവും സമാധാനവും ആചരിക്കാൻ കഴിയുമെന്ന വാക്കിന് നിനക്ക് നേടാൻ കഴിയും എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത്. നേടുവാൻ വേണ്ടി നീ കഷ്ടപ്പെടുക, നീതിയെ നേടുക, ക്രിസ്തുവിന്റെ സ്നേഹത്തെ നേടുക, വിശ്വാസമുള്ളവരായിരിക്കുക, സമാധാനത്തോടുകൂടെ ജീവിക്കുവാൻ പഠിക്കുക. ഏത് യൗവനക്കാർക്കാണോ ഈ 4 സ്വഭാവ ഗുണങ്ങളുള്ളത്? ഏതാണ് 4 സ്വഭാവ ഗുണങ്ങൾ? പറയുക. നീതിയും വിശ്വാസവും സ്നേഹവും സമാധാനവും. എത്രയോ യൗവനക്കാർ പറയാറുണ്ട്, ബ്രദർ, എനിക്ക് സമാധാനമില്ല എന്ന്. എനിക്കിത് മനസ്സിലാവുന്നതേയില്ല. കല്യാണം കഴിഞ്ഞ് 10 മക്കളൊക്കെയുള്ള, കുടുംബ പ്രശ്നത്താലോ സാമ്പത്തിക പ്രശ്നത്താലോ ബുദ്ധിമുട്ടുന്നതായ ആളുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗത്താലോ ഭാരത്താലോ വിഷമിക്കുന്ന കുടുംബസ്ഥന്മാർ, അല്ലെങ്കിൽ പ്രായമുള്ളതായ വ്യക്തികൾ, എനിക്ക് സമാധാനമില്ലെന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ട്. എന്നാൽ ഈ യൗവനക്കാർക്ക് എന്താണ് പ്രശ്നം? അവർക്ക് എന്താണ് ബുദ്ധിമുട്ട്? എന്താണ് അവർക്ക് ഉത്തരവാദിത്തമുള്ളത്? ഏത് രോഗമാണ് ഇവർക്കുള്ളത്? യൗവനകാലത്ത് എത്ര നല്ല ആരോഗ്യമാണ് ഉള്ളത്, എത്ര നല്ല ഉത്സാഹമുണ്ട്, എത്രയോ ജ്ഞാനമുണ്ട്, എത്രയോ വേഗതയാണ്, എത്രയോ ഗ്ലാമറാണ്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഇവർക്ക് രോഗം ഉണ്ടാകാനിടയാകുന്നത്? എന്തുകൊണ്ടാണ് യൗവനക്കാർ മാനസികമായി ബുദ്ധിമുട്ടുന്നത്? ഇന്ന് മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു കാലത്ത് സ്ത്രീകൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ പണ്ട് വിവാഹം കഴിഞ്ഞ സ്ത്രീകളായിരുന്നു. ഇപ്പോൾ മാനസികമായി നിരാശ അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശതമാനം ആരാണെന്ന് ചോദിച്ചാൽ യൗവനക്കാരാണ്. എന്തുകൊണ്ടാണ്? പിശാച് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ബ്രെയിനെ അറ്റാക്ക് ചെയ്യുന്നു, നിങ്ങളുടെ മനസ്സിലൂടെ പ്രവർത്തിക്കുന്നു, നിങ്ങളുടെ ഹൃദയങ്ങളിൽ നെഗറ്റീവ് ചിന്തകൾ കൊണ്ടുവന്ന് നിറയ്ക്കുന്നു. എപ്പോഴാണോ നിങ്ങളൊരു കോളേജ് ജീവിതത്തിലേക്ക് ചുവടുവെക്കുന്നത്, അല്ലെങ്കിൽ കോളേജ് ജീവിതം കഴിഞ്ഞിട്ട് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്, ആ കാലങ്ങളിൽ ഫെയിൽ ആകുവാൻ ചാൻസ് ഉണ്ട്, ഇന്റർവ്യൂകളിൽ പരാജയപ്പെടാൻ ചാൻസ് ഉണ്ട്, വിവാഹങ്ങൾ സെറ്റാവാതെ പോകാൻ ഇടയുണ്ട്. ലൈഫ് സെറ്റിൽമെന്റ് നടക്കുന്നതായ ആ പ്രവർത്തനത്തിനുള്ളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം, അതുപോലെ ജയാപജയങ്ങൾ ഉണ്ടാകാം. എന്നാൽ അതിനെ നേരിടുവാൻ കഴിയാതെ ഒരു ചെറിയ പരാജയം വന്നാൽ, ഒരു ചെറിയ പരിഹാസം വന്നാൽ, ഒരു ഫെയിലിയർ ജീവിതത്തിൽ വന്നാൽ ആദ്യം നിരാശപ്പെട്ടു പോകുന്നവർ ആരാണെന്ന് ചോദിച്ചാൽ യൗവനക്കാരാണ്.
കാരണം ദൈവത്തിൻ്റെ കൃപയെയും ദൈവത്തിൻ്റെ ദയയെയും മനസ്സിലാക്കി അവനിൽ വിശ്വസിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. ദൈവത്തിന്മേൽ വിശ്വസിച്ചിരിക്കുന്നതായ വ്യക്തി കുലുങ്ങിപ്പോകില്ല, വീണുപോകില്ല. ഫെയിലായി പോയോ? ഹാലലൂയ, ദൈവത്തിന് എന്തോ ഉദ്ദേശമുണ്ട്. പെണ്ണിനെ ബോധിക്കാത്തത് കൊണ്ട് പെണ്ണ് കണ്ട ചെറുക്കൻ തിരിച്ചുപോയോ? ഹാലലൂയ. ഇങ്ങനെയുള്ളവരെ എൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ല ദൈവമേ. ഡയറക്റ്റായിട്ട് കണ്ടിട്ട് ഇഷ്ടമല്ല എന്ന് പറയുന്നവരെ പിന്നെ എന്തിനാണ് നാം ആഗ്രഹിക്കുന്നത്? കല്യാണത്തിന് മുമ്പ് തന്നെ വേണ്ട എന്ന് പറയുന്നവരെ കല്യാണം കഴിക്കണമെന്നാണ് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ നീ ഷാട്ടിയും പിടിക്കുന്നത്? എന്നെ ആരും കല്യാണം കഴിക്കുന്നത്? എന്തുകൊണ്ട് കല്യാണം കഴിക്കത്തെ? ഈ ലോകത്തിന് ആൺകുട്ടികൾ ഇല്ലേ? നിന്നെ ഇഷ്ടപ്പെടുന്നവൻ വേറെ ആരും ഇല്ലേ? ഈ ലോകത്തിൽ വേറെ പെൺകുട്ടികൾ ഇല്ലേ? അതെന്തുകൊണ്ടാണ് അത്രമാത്രം നിരാശപ്പെടുന്നത്, അത്രമാത്രം സങ്കടപ്പെടുന്നത്? അയ്യോ, എന്റെ മാരേജ് ഇതുവരെയും സെറ്റായില്ല, ഈ ആലോചനയും നടക്കുകയില്ല, ഞാൻ എന്തിനിങ്ങനെ ഭാരമായിട്ട് ജീവിച്ചിരിക്കണം, ഞാൻ മരിച്ചു പോവുകയാണ് എന്ന് പറയുന്നത് എന്താണ്? മരിക്കരുത്, മരിക്കരുത്. യൗവനക്കാരും തന്നെ ഞാൻ മരിച്ചു പോകുമെന്ന വാക്ക് പറയാൻ പാടില്ല. അങ്ങനെയുള്ള ചിന്ത പോലും വരുവാൻ പാടില്ല. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിച്ചിരുന്ന ദൈവത്തിന്റെ നന്മകളെ പ്രാപിക്കും. ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുൻപേ എന്നെ കണ്ടതായ കർത്താവ്, അവൻ എന്റെ ജീവിതത്തിൽ വലിയ ഒരു പദ്ധതിയുണ്ട്. അത് നന്മയ്ക്ക് വേണ്ടിയുള്ളത് മാത്രമാണ്, ഒരിക്കലും എനിക്ക് ദോഷകരമായത് അല്ല. എന്നെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചിരിക്കുന്നത്. ഞാൻ ഈ ലോകത്തിൽ ഇഴുകിപ്പോവുകയില്ല, ലോകമോഹങ്ങളിൽ വീഴുകയില്ല, ലോകത്തിന്റെ പാപത്തിൽ ഞാൻ വീഴുകയില്ല. എന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന്റെ കാര്യം എന്താണോ ഞാനത് അന്വേഷിക്കും എന്ന് നിങ്ങൾ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ യൗവനക്കാരിൽ കൂടി ദൈവം വലിയ പ്രവർത്തികൾ ചെയ്യാനിടയാകും. പ്രാർത്ഥന. കർത്താവേ, നീ എൻ്റെ കൈ പിടിക്കണമേ. ഇന്നു മുതൽ ഞാൻ വീഴാൻ പോവുകയാണെങ്കിൽ എന്നെ കാക്കുന്നവൻ നീ മാത്രമാണ്. എന്നെ നീ കരം പിടിക്കണമേ. കാൽ വഴുതിപ്പോകാതിരിക്കുവാൻ നീ എന്നെ കരം പിടിക്കണമേ. കർത്താവേ, നിന്റെ കാലടികളെ പിന്തുടരുവാൻ നീ എന്നെ സഹായിക്കണമേ. എൻ്റെ യൗവനകാലം നശിച്ചു പോകാതെ എന്റെ യൗവനക്കാലത്ത് ഫലം പുറപ്പെടുവിക്കുവാൻ കർത്താവേ, നീ എന്നെ സഹായിക്കണമേ. മാനസാന്തരപ്പെടാത്തവർ ആരൊക്കെയാണോ ഉള്ളത്? ഇപ്പോൾ തന്നെ ചോദിക്കുക, കർത്താവേ, എന്റെ മനസ്സിനൊരു മാറ്റം നൽകണമേ. എന്റെ തെറ്റുകൾ ഞാൻ ഏറ്റുപറയുന്നു കർത്താവേ. എനിക്ക് വേണ്ടി നീ ക്രൂശിൽ ചെയ്തതായ യാഗത്തെ ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. ഈ ദിവസം മുതൽ നിന്റെ സാക്ഷിയായി ഞാൻ ജീവിക്കും എന്ന് ഒരു വാക്ക് നിങ്ങളുടെ കർത്താവിനോട് പറയുക. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ നീ ദർശിക്കണമേ. യൗവന മോഹങ്ങളെ വിട്ട് ഓടുവാൻ ഞങ്ങളെ നീ സഹായിക്കുമാറാകണം. എത്രയോ യൗവനക്കാർ ഇന്ന് ലോകമോഹങ്ങളിൽ മുങ്ങിപ്പോകുന്നുണ്ട്, യൗവന മോഹങ്ങളിൽ മുങ്ങിപ്പോകുന്നവരുണ്ട്. അങ്ങനെ യൗവന മോഹങ്ങൾക്ക് അടിമയായി പോയിരിക്കുന്ന യൗവനക്കാർക്ക് നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതലുണ്ടാകുമാറാകട്ടെ. ജ്വാരത്വത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ വേണ്ടി നിന്റെ വചനം പറയുന്നത് പോലെ എല്ലാ യൗവനക്കാർക്കും തങ്ങളുടെ ശരീരത്തെ ദൈവത്തിന്റെ മന്ദിരമായി കാക്കുവാൻ നീ സഹായിക്കണമെന്ന്, ഞങ്ങളുടെ എല്ലാവരുടെ ശരീരം നിന്റെ ആലയമായി കാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന്, വിവാഹേതര ബന്ധങ്ങളിൽ പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെ നീ ദർശിക്കുമാറാകണമേ. അവിഹിത ബന്ധങ്ങളിൽ കുടുങ്ങിപ്പോയ എല്ലാ മക്കളെയും നീ ദർശിക്കുമാറാകണമേ. മാനസികമായി വിഷമിക്കുന്ന, അതുപോലെ ദുശ്ചിന്തകളാൽ നിറഞ്ഞിരിക്കുന്നതായ എല്ലാ വ്യക്തികളെയും ആ ദുഷ്ചിന്തകളിൽ നിന്നുമെല്ലാം അവരെ വിടുവിക്കുമാറാകണമേ കർത്താവേ. ഞാൻ പുതിയ ഹൃദയം നിങ്ങൾക്ക് നൽകും, ഞാൻ പുതിയൊരു ജീവിതം നിങ്ങൾക്ക് നൽകുമെന്ന് നീ പറഞ്ഞതുപോലെ ഇന്ന് ഇവിടെ മാനസാന്തരം ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികൾക്കും നൽകണമെന്ന്, അവരെ സഹായിക്കണമെന്ന്. ഒരുവൻ ക്രിസ്തുവിൽ ആകുന്നു എങ്കിൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി എന്ന് പറയുന്ന ദൈവത്തിന്റെ വചനം പ്രകാരം ഇന്ന് യൗവനക്കാരായി എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതർ അവരിവിടെ നിന്ന് പോകുമ്പോൾ ആ പഴയ സ്നേഹബന്ധത്തിൽ, ആ പഴയ ദുശീലങ്ങളും, ആ പഴയ സംസാരവും, ആ പഴയ ചിന്തകളും, ആ പഴയ പ്രവൃത്തികളും, ആ പഴയ കാര്യങ്ങൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ട് ക്രിസ്തുവിന്റെ സാദൃശ്യത്തെ കാണിക്കുന്നതിനായി പരിശുദ്ധാത്മാവിനാൽ എല്ലാ വ്യക്തികളെയും നീ അഭിഷേകം ചെയ്യണമെന്ന്, നിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് പ്യൂരിഫൈ ചെയ്തുകൊണ്ട് വിശുദ്ധരായി നിനക്കിഷ്ടമുള്ളവരായിട്ട് അവരെല്ലാം മാറ്റണമെന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, യേശുവേ, യേശുവേ.
യേശുവേ 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 യേശുവേ